സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന്. 30,500 രൂപയ്ക്കാണ് മന്ത്രിയുടെ കണ്ണട വാങ്ങൽ. 25,000 രൂപ. മുത്തേ മുത്തേ കന്നഡ മുത്തേ. 6 മാസം വൈകലിൽ തന്നെ അതൃപ്തി പ്രകടിപ്പിച്ച് മന്ത്രി കാശ് കൈപ്പറ്റിയിട്ടുണ്ട്. അറിയോ ഗജനാവിൽ ഇന്നാള് ഞാൻ കൈയിട്ട് നോക്കിയപ്പോഴേ കാലിയാ കാലി. 30,000 രൂപയുടെ കണ്ണട വാങ്ങിയിട്ട് സർക്കാർ ചെലവിൽ എഴുതിയെടുത്തു പറഞ്ഞൊരു വലിയ വാർത്തകൾ. ഞാൻ മാത്രല്ല, പിന്നെ പലരും അറിഞ്ഞു വരുന്നു, അറിയാത്തവരൊക്കെ അറിയിച്ചോണ്ടിരിക്കുന്നു. ജനപ്രതിനിധി എന്ന നിലയിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളിൽ നിന്നാണ് ഇവരെല്ലാം കണ്ണട വാങ്ങിയത്. കുംഭകോണമാണോ എന്ന് കണക്ക് നോക്കുമ്പോഴറിയാം. അല്പം ഔചിത്യം മന്ത്രിക്കും ആകാമല്ലോ എന്നാണ് ജനം ചോദിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. പക്ഷേ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ അടക്കം സർക്കാർ കടന്നുപോകുന്ന ഒരു സമയത്ത് MLA-മാർക്കും മന്ത്രിമാർക്കും അടുത്ത മാസം ശമ്പളം കൊടുക്കണമെങ്കിൽ ADB-ന്നോ വേൾഡ് ബാങ്കിന്നോ ലോൺ എടുക്കണം. വില കൂടിയ കണ്ണടകൾ വാങ്ങിയതിനു ശേഷം സർക്കാരിൽ നിന്ന് അവ പൊതുഖജനാവിൽ നിന്ന് ഈടാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ? കൊള്ളക്കാരെക്കാളും കഷ്ടാണമ്മേ. ഇപ്പൊ എങ്ങനെ സാറുമാരും നമ്മുടെ നാട്ടുകാരും വെറും മണ്ടന്മാരല്ലേടാ. മറുപടി അർഹിക്കുന്നില്ല എന്നാണ്. മാത്രമല്ല അവർ പെട്ടെന്ന് തന്നെ മൈക്ക് താഴെ വെച്ച് പോവുകയും ചെയ്യുന്നു. പൈസക്ക് ടൈറ്റ് വരുമ്പോ നമുക്ക് ഇഷ്ടം പോലെ പറ്റിക്കാം. പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലേ?